പോർച്ചുഗലിന്റെ കടലോര പ്രദേശമായ ഫഞ്ചലിൽ സ്കൂളിലെ പാചകക്കാരിയായ സ്ത്രീയുടെ വയറ്റിൽ 4ാമതായും ഒരു കുഞ്ഞിന് ജീവൻ വീണു. പട്ടിണി കാരണം സ്കൂൾ ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുന്ന ആ കുടുംബത്തിലേക്ക് ഇങ്ങനെ ഒരു ജന്മം വേണ്ട എന്ന് കരുതി ചൂട് ബിയർ കഴിച്ച് വയറ്റിനുള്ളിൽ വെച്ച് തന്നെ കുഞ്ഞിനെ കൊല്ലാനായിരുന്നു മറിയയുടെയും ഭർത്താവ് ജോസയുടെയും ശ്രമം. എന്നാൽ വിധിയെ തോൽപ്പിച്ചുകൊണ്ട് 1985 ഫെബ്രുവരി 5 ആ മകൻ പിറന്നു വീണു. പിന്നീട് തോട്ടം തൊഴിലാളിയായ പിതാവാണ് റൊണാൾഡോ എന്ന ആ കുഞ്ഞിന് പേരിടുന്നത്. അതെ, മരണത്തെ അതിജീവിച്ചവനായിരുന്നു ക്രിസ്ത്യാനോ. അവിടെ നിന്നാണ് ഇന്ന് ലോകം പുകഴ്ത്തുന്ന പന്ത് കളി മികവിന്റെ നായകനായി അയാൾ മാറുന്നത്. പരിശ്രമങ്ങളുടെ പോരാളി. പിന്നീട് 7 വർഷം കഴിഞ്ഞ് അതേ ഫെബ്രുവരി 5 1992 5 മൈൽ അകലെ മറ്റൊരു വൻകരയിൽ തണുത്തുറച്ച നിശായാമങ്ങളിൽ തനിക്ക് ജനിക്കാൻ പോകുന്നത് ഒരു ആൺകുഞ്ഞാകണേ എന്ന് പ്രാർത്ഥിച്ച പിതാവിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലമായി മറ്റൊരു ആൺകുഞ്ഞും പിറവി കൊണ്ടു. തെരുവിൽ കുപ്പയും പറക്കി നടക്കാനായിരുന്നു വിധി. എന്നാൽ അച്ഛന്റെ ആഗ്രഹം നിറവേറാനാണ് അവൻ ബൂട്ടണിഞ്ഞ് പന്ത് തട്ടാൻ ഇറങ്ങുന്നത്. അയാളാണ് പന്ത് കളിയുടെ സുൽത്താൻ, സാക്ഷാൽ നെയ്മർ ജൂനിയർ.